മാനന്തവാടിയിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാന ബേലൂർ മഗ്നയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ഇന്നും തുടരും. 200 പേർ ഉൾപ്പെട്ട ദൌത്യസംഘമാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. ജനവാസ മേഖലയ്ക്ക് അടുത്ത് നിലയുറപ്പിച്ചതും കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തു കടക്കാത്തതുമാണ് മയക്കുവെടി വെക്കുന്നതിന് പ്രധാന തടസ്സം. മണ്ണുണ്ടി കോളനിക്ക് സമീപമുള്ള വനമേഖലയിലാണ് ബേലൂർ മഗ്ന നിലയുറപ്പിച്ചിരിക്കുന്നത്. CCF KS ദീപ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ സന്തോഷുണ്ട്. സന്തോഷിലേക്ക് പോകാം. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സന്തോഷ്, ഇപ്പോൾ മിഷൻ ബേലൂർ മഗ്ന അതിപ്പോൾ ഇതിന്റെ 4ാമത്തെ ദിനമായിരിക്കുന്നു. നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, നിരവധി വെല്ലുവിളികൾ ഈ മയക്കുവെടി വെക്കാൻ ദൗത്യസംഘം നേരിടുന്നുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്, ദൗത്യസംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? കീർത്തി, ഈ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്നയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ, അക്ഷീണ പരിശ്രമം തന്നെയാണ് വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ മയക്കുവെടി സംഘം വനത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസങ്ങളിലും ബേലൂർ മഗ്നയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ, ദൗത്യസംഘത്തിൻ്റെ ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. ഇന്ന് വീണ്ടും പുലർച്ചെ തന്നെ ഈ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ വനപാലക സംഘത്തിന്, ദൗത്യസംഘത്തിന് ഈ ഒരു പ്രത്യേക സ്ഥലത്ത് അവരുടെ നിരീക്ഷണത്തിനുള്ളിൽ തന്നെ ഈ ആനയെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മണ്ണുണ്ടി കോളനിയുടെ സമീപത്ത് തന്നെയാണ് ഇപ്പോഴും ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. 2 കാര്യങ്ങളാണ് ഇതിൽ ഈ മയക്കുവെടി വെക്കുന്നതിൽ തടസ്സമായി ഇപ്പോൾ ദൗത്യസംഘത്തിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെയുള്ള ഒരു വനത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് അവിടെ കീഴ്ക്കാടുകൾ, കുറ്റിക്കാടുകൾ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ്. അത് ഒരാൾ പൊക്കത്തിന് മുകളിലായി, അതായത് ഈ ആനയുടെ പൊക്കത്തിന് സമമായി തന്നെ ഇത്തരത്തിൽ കീഴ്ക്കാടുകൾ, കുറ്റിക്കാടുകൾ വളർന്ന് പിടിച്ചു നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റിക്കാടുകൾക്ക് ഇടയിൽ നിന്ന് ഈ ആന പുറത്തേക്ക് വരുന്നതേയില്ല. അവിടെയുള്ള ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ അതിൻ്റെ സഞ്ചാരം നിരന്തരമായിക്കൊണ്ട് അതിനകത്തുകൂടി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അതിന് പുറത്തേക്കുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഇതിനെ എത്തിക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ ബേലൂർ മഗ്ന എന്ന കാട്ടാനക്ക് മറ്റ് പല കാട്ടാനകളെ നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിച്ചത് മറ്റു നേരത്തെ ഉണ്ടായ തണ്ണീർക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകളുടെ സ്വഭാവമല്ല, വളരെ അഗ്രസീവായ, വളരെ അക്രമകാരിയായ ഒരു സ്വഭാവം കാണിക്കുന്ന കാട്ടാനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാട്ടാന കുങ്കി ആനകളുടെ ഒരു സാമീപ്യം വളരെ വേഗത്തിൽ തിരിച്ചറിയുകയും അവിടെ നിന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഈ കാട്ടിലൂടെ ഓടി മറ്റൊരു സ്ഥലത്തേക്ക് മറയുകയും, വളരെ വേഗത്തിൽ ഓടി മറ്റൊരു സ്ഥലത്തേക്ക് മറയുകയും ചെയ്യുന്ന സാഹചര്യം ആണുള്ളത്. ഈ മയക്കുവെടി വെക്കണമെങ്കിൽ അതിനെ വളരെ ഒരു തുറസായ സ്ഥലത്തേക്ക് ദൗത്യസംഘത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ കുങ്കിയാനകളെ കാണുമ്പോൾ ആന അവിടെ നിന്നും മാറുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കുങ്കി ആനകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആന വളരെ പെട്ടെന്ന് തന്നെ, വളരെ വേഗത്തിൽ തന്നെ അവിടെ നിന്നും ഓടി മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. ആ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന സ്ഥലവും ഈ കീഴ്ക്കാടുകൾ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായും ഇന്നലെ ഒരു തവണ ഈ ദൗത്യസംഘം, അതായത് മയക്കുവെടി സംഘം വെടിവെക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. എന്നാൽ ആനയുടെ ശരീരത്തിൽ കൊണ്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, വളരെ തുറസായ സ്ഥലത്താണെങ്കിൽ മാത്രമേ ഈ മയക്കുവെടി വളരെ കൃത്യമായി ഏൽക്കുകയുള്ളൂ. കാടുകളുടെ മറവുള്ള സ്ഥലത്താണെങ്കിൽ, ചെടികളുടെ മറവുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ കൊണ്ട് അതിന് ദിശ തെറ്റാനും അത് ദൗത്യം പരാജയപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഇന്നലെ ഒരു തവണ മയക്കുവെടി വെച്ച് ആ ശ്രമം പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യസംഘം ശ്രമിക്കുന്നത് കുങ്കി ആനകളുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടി അതിന് തൊട്ടടുത്തുള്ള ഈ 58ാം മൈലിലേക്കുള്ള 2ാം ഗേറ്റ് പ്രദേശത്തേക്ക്, അതായത് ബാവലി റോഡിനോട് ചേർന്ന് കിടക്കുന്ന തുറസായ സ്ഥലങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള കീഴ്ക്കാടുകൾ ഇല്ലാത്ത തുറസായ ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ആനയെ എത്തിക്കാനും അവിടെ വെച്ച് മയക്കുവെടി വെക്കാനുമുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മണ്ണുണ്ടി കോളനിയുടെ ഏറ്റവും പിൻഭാഗത്തുള്ള ഒരു തുറസായ സ്ഥലമുണ്ട്, ജനവാസ മേഖലയിൽ നിന്നും കുറേ മാറി, അവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ ഈ 2 ശ്രമവും വിജയിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനമായും ഈ മയക്കുവെടി വെക്കുന്നതിന് തടസ്സമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്നലെ ഈ ആനയുടെ 100 മീറ്റർ അടുത്തുവരെ ഇവർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അതിൻ്റെ സ്ഥലം മനസ്സിലാക്കി നിരീക്ഷണം നടത്തി. അതിനൊപ്പം തന്നെ വനപാലക സംഘമുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം, അവിടെയുള്ള ഈ ഒരു കാടിൻ്റെ ഒരു പ്രത്യേകതയും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ചൂണ്ടിക്കാട്ടുന്നത് ഈ അക്രമാസക്തനായ ബേലൂർ മഗ്ന മയക്കുവെടി വെച്ചാൽ അത് കൂടുതൽ അക്രമാസക്തനാകാനുള്ള സാധ്യതയുണ്ട്. 20 മിനിറ്റ് നേരത്തോളമെങ്കിലും ഈ മയക്കുവെടിക്ക് ശേഷം ഈ അക്രമ സ്വഭാവം തുടരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണുണ്ടി വനമേഖല അല്ലെ മണ്ണുണ്ടി കോളനിക്ക് തൊട്ടടുത്തുള്ള വനമേഖല അവിടെ നിന്നും വെടിവെച്ചാൽ ഇവിടെ ജനവാസ മേഖലയാണ്. അക്രമാസക്തനായി അവിടെയുള്ള കോളനി നിവാസികളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആ ഭാഗത്ത് നിന്ന് സാധ്യമല്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. 200-ലധികം പേരാണ് ഇപ്പോൾ വനത്തിനകത്ത് ഈ സംഘത്തിൽ ഉള്ളത്. അവരുടെ സുരക്ഷ പരിഗണിക്കേണ്ടതുണ്ട്. തുറസായ ഒരു സ്ഥലത്തേക്ക് ആനയെ വെടിവെക്കുന്നതിനായി എത്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളാണ് ദൗത്യസംഘം നേരിടുന്നത്. എങ്കിൽ കൂടിയും അവർ ആത്മവിശ്വാസത്തിന് യാതൊരു കുറവും ഈ ദൗത്യസംഘത്തിന് സംഭവിച്ചിട്ടില്ല. ഈ ദൗത്യം തുടരുക തന്നെയാണ്. ഇന്നലെ രാത്രി മുഴുവനും 13 സംഘങ്ങൾ വനത്തിനകത്ത് തന്നെ നിരീക്ഷണം പട്രോളിംഗ് നടത്തുകയുണ്ടായി. രാവിലെ തന്നെ ഈ മയക്കുവെടി സംഘം വീണ്ടും കാട്ടിനകത്തേക്ക് പ്രവേശിച്ചു. പകൽ വെളിച്ചത്തിൽ മാത്രമേ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് രാവിലെ 7 മണിക്ക് ഈ മയക്കുവെടി സംഘം വനത്തിനകത്ത് പ്രവേശിക്കുകയും വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി അവർ തിരിച്ചു വരികയും ചെയ്യുന്നത്. മയക്കുവെടി സംഘത്തിലില്ലാത്ത മറ്റ് വനപാലകരുടെ ദൗത്യസംഘം കാട്ടിൽ തുടരുകയും ചെയ്യുകയാണ്. ഏതായാലും വനപാലകരുടെ ഈ വനം വകുപ്പിൻ്റെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് KS ദീപ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് DFO ഉണ്ട്. അതോടൊപ്പം തന്നെ 2 DFOമാർ ഇവിടെ വയനാടിലുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു സംഘം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വനപാലക സംഘത്തോടൊപ്പം തന്നെ പോലീസിൻ്റെ വലിയ സേവനവുമുണ്ട്. ഏതായാലും ഇന്നെങ്കിലും ഈ ദൗത്യം വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യസംഘം ഉള്ളത്. അതേസമയം നാട്ടുകാരുടെ പ്രതിഷേധം ഇന്നലെയും ഉണ്ടായി. അവർ വളരെ വലിയ ആശങ്കയിലാണ്. ഏത് വിധേനയും ഈ കാട്ടാനയെ വളരെ വേഗത്തിൽ മയക്കുവെടി വെച്ച് സന്തോഷം അവർക്കൊരു ആശങ്ക ഉണ്ടാകുമല്ലോ. കാരണം ആകെ ഒരു താൽക്കാലികമായൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഈ ഒരു അക്രമം നടന്ന അതിനുശേഷമുള്ള ഈ ദിവസങ്ങളിൽ രാത്രിയിലൊന്നും തന്നെ ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നില്ല, കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, രാത്രിയൊന്നും അത്തരം സംഭവങ്ങൾ, ഭയപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നത് മാത്രമാണ് താൽക്കാലികമായൊരു ആശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. അവിടുത്തെ ആളുകൾക്ക് എത്രയും വേഗം ഇതിനൊക്കെ ഒരു പരിഹാരമാകേണ്ടതുണ്ട്. എന്നാൽ ദൗത്യസംഘം നിരവധി വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്. അതൊക്കെ തന്നെ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായും ഈ പ്രദേശവാസികൾ വളരെയധികം ആശങ്കയിൽ തന്നെയാണുള്ളത്. കാരണം ഈ അക്രമാസക്തനായ കൊലയാളി ആന ഏത് സാഹചര്യത്തിലും വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആശങ്ക തീർത്തും ന്യായമാണ്. അവരുടെ പ്രതിഷേധമെല്ലാം തീർത്തും ന്യായമാണ്. ഇന്നലെയും വൈകുന്നേരം വലിയ പ്രതിഷേധവുമായി ജനങ്ങൾ തടിച്ചുകൂടിയപ്പോൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ നിന്ന് അവർ ഇന്നലെ സ്വീകരിച്ച മുഴുവൻ നടപടികളും യാതൊരു തരത്തിലുള്ള ഈ പ്രതിഷേധത്തോട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവം കാണിക്കാതെ അവരോട് പ്രതിഷേധം ന്യായമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ വനപാലകർ അവർ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഇന്നലെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായില്ല. ഈ പ്രദേശവാസികൾക്ക് വളരെ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലായി. അവർ ആനയെ ലൊക്കേറ്റ് ചെയ്തതിൻ്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു. ഡ്രോൺ വഴി ആനയെ നിരീക്ഷിച്ചതിൻ്റെ ലൊക്കേറ്റ് ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ കാട്ടിക്കൊടുത്തു. ഏത് നടപടികളാണ് എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായും തന്നെ പ്രദേശവാസികൾക്ക് വിശദീകരിച്ച് നൽകി. അതിൽ അവർ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ഇന്നലെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തില്ല. വനംവകുപ്പുമായി ഇന്നലെ നാട്ടുകാർ മുഴുവൻ സഹകരിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. അതേസമയം അവരുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ കർഷക സംഘടനകൾ വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കർഷക കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അതിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ആ ഹർത്താലിനോട് ഇന്ന് കടകൾ മുഴുവൻ അടച്ച് വാഹനങ്ങൾ തടയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് കടകമ്പോളങ്ങൾ അടച്ച് ഹർത്താലിനോട് സഹകരിക്കണം എന്നാണ് ഈ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള അക്ഷീണ പരിശ്രമം തന്നെ ദൗത്യസംഘം വനം വകുപ്പ് നടത്തുന്നുമുണ്ട്. ഇന്നിപ്പോൾ ദൗത്യസംഘത്തിന് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സന്തോഷ്? തീർച്ചയായും ഇവരുടെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഈ ബേലൂർ മഗ്ന ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കീർത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 3 ദിവസങ്ങളിലായി ആന ഇവിടെ ഉണ്ടായിട്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു കാണണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വനപാലകർ വളരെ കൃത്യമായും ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ കൃത്യമായും അതിനെ നിരീക്ഷിച്ച് ജനവാസ മേഖലയിൽ
മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായുള്ള പെട്രോളിങ്ങും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ രാത്രി മുഴുവനും ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആന ഇവരുടെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഇന്ന് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതേസമയം തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം നേരിട്ട പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഇന്നും അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആന കൃത്യമായി തുറസായ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കുങ്കിയാനകളെ ഉൾപ്പെടെ അതിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ബേലൂർ മക്നയെ കൃത്യമായി ഒരു സ്ഥലത്തേക്ക് കൊണ്ട് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വെടിവെക്കാൻ അനുയോജ്യമായിട്ടുള്ള, മയക്കുവെടി വെക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. അത് പരിഹരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ തീർച്ചയായും ഈ ഒരു ദൗത്യം വിജയിക്കും എന്ന് തന്നെ നമുക്ക് കാണേണ്ടത്. ശരി, വ്യക്തമാണ്. സന്തോഷാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.